നമസ്കാരം. വയനാട് ദുരന്തം അതൊരിക്കലും മലയാളികൾ മറക്കുവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാർ ഫണ്ട് പിരിച്ച് അവിടെ ദുരന്തത്തിൽ അകപ്പെട്ട സാധാരണക്കാർക്ക് വീട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ വാഗ്ദാനവും മലയാളികൾ മറക്കുവാൻ യാതൊരു വഴിയുമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടി സിദ്ദിഖ് ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ വയനാട് ദുരന്തത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, ആ സാധാരണക്കാർക്ക് വേണ്ടി ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പിരിച്ച ഫണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഭൂമിയിൽ വീട് പണികൾ തുടങ്ങും. അതിനുശേഷം അത് അവിടുത്തെ ജനങ്ങൾക്ക് കൈമാറും. ഉടൻ തന്നെ എത്രയും വേഗം തന്നെ ഈ സംഭവങ്ങളെല്ലാം ചെയ്തു തീർക്കും എന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി. അത് മാധ്യമങ്ങൾക്ക് മുന്നിലാണ്. ഇപ്പോഴിതാ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് പറയുന്നു, അങ്ങനൊരു ഭൂമി ഏറ്റെടുത്തിട്ടില്ല, വാങ്ങിയിട്ടില്ല, അതിനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതേ ഉള്ളൂ, നടക്കുന്നതേ ഉള്ളൂ. അതായത് വയനാട് ദുരിതത്തിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരിൽ നിന്നും പിഴിഞ്ഞെടുത്ത തുക കൊണ്ടാണ് ഇവർ ഈ ഉഡായിപ്പ് കപടതകളൊക്കെ കാണിക്കുന്നത് എന്ന് സാരം. അതായത് കോൺഗ്രസ് ഇസ് ഈക്വൽ ടു കാപട്യം. ഇതാണ് നിലവിലെ സാഹചര്യം. അതിന് ഏറ്റവും കൃത്യമായ തെളിവ് എന്തെന്ന് ചോദിച്ചാൽ, മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കവേ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് പറഞ്ഞു വെച്ച വാക്കുകൾ തന്നെയാണ്. ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആശങ്ക വേണ്ട, അത്രയും പെട്ടെന്നുണ്ടാവും. അതിന് ചർച്ച അല്ല, അതിന് സ്ഥലം കണ്ടെത്തണം. ചെറിയ താമസ കാര്യത്തിൽ വന്നു. ഇപ്പൊ അത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതാണ്ട് ഫൈനലൈസിലേക്ക് പോവാണ്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇലക്ഷന്റെ ഡേറ്റ് അല്ലാതെ, സമരങ്ങളുടെ ഡേറ്റ് അല്ലാതെ ഇതിനൊന്നും കട്ട് ഓഫ് ഡേറ്റ് ഇല്ല. ഇതൊക്കെ ഇത്രയും വേഗം ഞങ്ങളെല്ലാം പൈസ ഇല്ലാത്തവരാ, എന്നാൽ പോലും കടം മേടിച്ചിട്ടായാലും കൊടുത്തിട്ടുണ്ട്. തെറ്റായ പ്രചരണമാണ്. അത് കണക്ക് തരും. അതുണ്ടല്ലോ, കണക്ക് പറഞ്ഞായിരുന്നല്ലോ. തിരുവനന്തപുരത്ത് വിളിച്ച് രണ്ടാമത് വന്ന് അല്ല, അങ്ങനെ ലോക്കൽ ഇഷ്യൂസ് ഒന്നും വന്നില്ല. ഞങ്ങൾ അതിന്റെ തുക ഉൾപ്പെടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള തുക വെച്ച് പത്രസമ്മേളനം നടത്തിയത് അറിയിച്ചതല്ലേ. എന്ത് ലിസ്റ്റ്? ടെൻഷൻ വേണ്ട ചേട്ടാ, ഞാൻ ഇതൊന്നും അതിലൊന്നും ഒരു ആശങ്ക വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നും ഒരു ആശങ്ക വേണ്ട. അതിനകത്ത് ഭൂമി എടുക്കും, അവിടെ വീട് വെച്ച് കൊടുക്കും. ആർക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സംവിധാനമുണ്ട്. നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. കേട്ടില്ലേ? ഇതുവരെയും വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടി ഫണ്ട് പിരിച്ച് മുക്കിയ കോൺഗ്രസുകാർ ആരും അവർക്ക് വേണ്ടി ഒരു തരി മണ്ണ് പോലും വാങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു തരി മണ്ണിൽ പോലും ഒരു ചെറിയ തീപ്പട്ടിക്കോല് കൊണ്ടുള്ള വീട് പോലും സൃഷ്ടിച്ചെടുക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല, പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് ഏറെക്കുറെ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ എന്തിനാകാം ടി സിദ്ദിഖ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഭൂമി വാങ്ങി, അല്ലെങ്കിൽ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വസ്തു വാങ്ങിയിട്ടുണ്ട്, ഉടൻ തന്നെ വീട് വയ്ക്കും, ഉടൻ തന്നെ അവർക്ക് കൈമാറും എന്നൊക്കെ പറയുന്നത്? അപ്പോ കോൺഗ്രസിന്റെ ഉടായ്പ മനസ്സിലാക്കുക. ജനങ്ങളിൽ നിന്നും, ജനങ്ങളുടെ കീശയിൽ നിന്നും കാശെടുത്ത്, ജനങ്ങളുടെ വിയർപ്പ് വിറ്റ കാശെടുത്ത് അതിനെ നേതാക്കന്മാർക്ക് പുട്ടടിച്ച് തിന്നുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് ഏറെക്കുറെ വ്യക്തമാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, ടി സിദ്ദിഖ് എന്ന് പറയുന്ന ആ ഉഡായ്പ് എന്തിനു വേണ്ടിയിട്ടാണ് മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് പിരിച്ചെടുത്ത ഫണ്ടിൽ, വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പിരിച്ചെടുത്ത ഫണ്ടിൽ നിന്നും കൃത്യമായി വസ്തു വാങ്ങിയിട്ടുണ്ട്, നിലം റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്നതിന്റെ മറുപടി കൂടി ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് കോൺഗ്രസ് നേതൃത്വം തന്നെ പറയണം എന്നൊരു അഭിപ്രായം കൂടി, ഒരാവശ്യം കൂടി ഉന്നയിക്കുകയാണ്. അത് മാത്രമല്ല, VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നത്? അല്ലെങ്കിൽ മാധ്യമങ്ങൾ വന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ആരായുമ്പോൾ എന്തുകൊണ്ടാണ് VD സതീശൻ മൗനം പാലിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കൂടി ഈ സാഹചര്യത്തിൽ ഉത്തരം നൽകേണ്ടതുണ്ട്. എന്തായാലും ശരി, കോൺഗ്രസുകാർ കാണിക്കുന്ന ഈ നെറികേടിനെ അതിനെ യാതൊരു കാരണവശാലും ന്യായീകരിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല. എന്തായാലും ശരി, കോൺഗ്രസുകാർ ജനങ്ങൾക്ക് വേണ്ടി, അതായത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി സമാഹരിച്ച ഫണ്ട് എവിടെ? അതിന്റെ കൃത്യമായ കണക്ക്, വിവരങ്ങൾ കൂടി സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കണം എന്നൊരു ആവശ്യം കൂടി ഉന്നയിക്കുകയാണ്.